5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ജോൺ ബാർനെറ്റ് മുൻപേ പറഞ്ഞതാണ്. ആരാണ് ഈ ജോൺ ബാർനെറ്റ്? ബോയിങ് 787 എന്ന് പറയുന്ന ഡ്രീം ലൈനർ വിമാനത്തിൻ്റെ ഉൾപ്പെടെയുള്ള വിമാനങ്ങളുടെ ക്വാളിറ്റി കൺട്രോൾ മാനേജറായിരുന്ന ജോൺ ബാർട്ടർ, അതായത് അമേരിക്കയിലെ സിയാറ്റിൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ വിമാനമുണ്ടാക്കുന്ന കമ്പനിയിലെ ക്വാളിറ്റി മാനേജർ. അപ്പോൾ അദ്ദേഹം മുമ്പേ പറഞ്ഞതാണ് ഇങ്ങനെ ഈ വിമാനം, അതായത് 787 ഡ്രീമർ ലൈൻ ബോയിങ് വിമാനം അത്ര സുരക്ഷിതമല്ല, അതിലാരും യാത്ര ചെയ്യരുതെന്ന് അദ്ദേഹം കുടുംബത്തോടും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം കമ്പനിയോടും പറഞ്ഞു. അങ്ങനെ കമ്പനിയോട് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സ്ഥലം മാറ്റുന്നു, അപ്രധാനമായ പോസ്റ്റ് കൊടുക്കുന്നു, അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ക്വാളിറ്റി ഇല്ലാതെ വിമാനങ്ങൾ ഇറങ്ങുന്നത്? കാരണം അത്രമാത്രം ഡിമാൻഡ് ലോകത്ത് വരുന്നു. എയർബസ് ഉണ്ടാക്കുന്നത് ഫ്രാൻസിലാണ്, അതുപോലെ തന്നെ അമേരിക്കയിലെ സിയാറ്റിലാണ് ഈ ബോയിങ് ഉണ്ടാക്കിയത്. ബോയിങ് 783, 784 ഇങ്ങനെ പല സീരീസും ചെയ്തതിനു ശേഷമാണ് 787 ചെയ്യുന്നത്. അതിനകത്ത് കുറേ അധികം പ്രശ്നങ്ങളുണ്ട്, ക്വാളിറ്റി പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുകയും അമേരിക്കയിലെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനെ, ഇന്ത്യൻ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ പോലെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനെ അറിയിക്കുകയും നിരവധി തവണ അന്വേഷണം വരികയും അത് റോബോട്ടിക് ഹാൻഡ്സ് ആണ്, ടാൻസൺ ചാടും പോലെയുള്ള സംവിധാനങ്ങളൊക്കെ വേണ്ടിവരും, ഓക്സിജൻ മാർക്കിന് 25% വരെ അതിൻ്റെ വർക്ക് കുറവാണ്, അതുപോലെ തന്നെ മെറ്റൽ സ്ലീവറിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ക്വാളിറ്റി മാനേജ്മെന്റിൽ വലിയ പ്രശ്നമുണ്ടെന്ന് പറയുന്ന ഒരു വിമാനമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിമാന കമ്പനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുക വളരെ പ്രയാസമായിരിക്കും. ക്വാളിറ്റി മാനേജർമാരും വിമാന കമ്പനിയുടെ മാനേജ്മെന്റുമാരും അഡ്മിനിസ്ട്രേഷൻ ഉള്ളവരും തമ്മിൽ എന്നും ഇതിന്റെ പേരിൽ തർക്കങ്ങളായിരുന്നു. കാര്യം ഒരുപാട് രാജ്യങ്ങളിലേക്ക് വിമാനം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഇത് കൃത്യമായി പെട്ടെന്ന് ഇതിന്റെ ക്വാളിറ്റി നോക്കാതെ വിൽക്കുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ആഗോളതലത്തിൽ നിന്ന് വരുന്ന വാർത്ത. ഇവരുടെ തന്നെ 737 മാക്സ് എന്ന് പറയുന്ന വിമാനം 2018 ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ വീണു. 2019 എത്യോപ്യയിലെ ആഡിസ് അബാബയിൽ വീണു. അവിടെയും ഒരുപാട് ആളുകൾ മരിച്ചു. അപ്പോൾ ഇത് മുൻ അനുഭവങ്ങളുണ്ട് ഈ ബോയിങ് കമ്പനിയെ സംബന്ധിച്ച്. അതേസമയം ഇത് അഭിമാനപരമായ വിമാന കമ്പനിയുമാണ്. ലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ ബോയിങ് വിമാനമൊക്കെ ഉണ്ടെന്ന് പറയുന്ന രാജ്യങ്ങൾക്കും അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ബ്രാൻഡിങ് വളരെ വലുതാണ്. ആ വലിയ ബ്രാൻഡിങ് ആയതുകൊണ്ട് തന്നെ അവർ വല്ലാതെ ബിസിനസ് ചെയ്യുന്നുണ്ട് ലോകത്താകെ. പക്ഷെ ആ ബിസിനസ് ചെയ്യുന്നതിൽ ഒരു ക്വാളിറ്റി പ്രശ്നമുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ 1996 349 മരിച്ചിട്ടുള്ള സൗദി എയർലൈൻസും കസാഖിസ്ഥാൻ എയർലൈൻ വിമാനവും തമ്മിൽ ആകാശത്ത് വെച്ചുണ്ടായ കൂട്ടിയിടിക്കലിൽ 349 പേർ 1996 ഇന്ത്യയിൽ മരിച്ചു പോയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിരിക്കുന്നത് ഇപ്പോഴാണ്. ഏകദേശം 230 യാത്രക്കാരും 12 ഫ്ലൈറ്റിലെ ജീവനക്കാരും ഉൾപ്പെടെ 242 പേർ ഫ്ലൈറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഹോസ്റ്റലിലെ കുട്ടികളുണ്ട്, അവിടുത്തെ നാട്ടുകാരുണ്ട്, അങ്ങനെ എല്ലാവരും കൂടി 290 ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നാണ് അവസാന റിപ്പോർട്ട് വരുന്നത്. ഇനി അതിന്റെ കൂടുതൽ വിവരങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ DNA ടെസ്റ്റ് എല്ലാം നടത്തി വളരെ കൃത്യമായ വിവരങ്ങൾ ഇനി വരാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നമ്പറുകളൊന്ന് ചിലപ്പോൾ ചേഞ്ച് ആയേക്കാം, മാറ്റം വന്നേക്കാം. തീർച്ചയായിട്ടും എന്തായാലും ഈ കമ്പനിയെ സംബന്ധിച്ച്, വലിയ കമ്പനിയുടെ ക്വാളിറ്റിയെ സംബന്ധിച്ച് വളരെ വലിയ ആക്ഷേപമാണ് ലോകരാജ്യങ്ങൾക്കിടയിലുള്ളത്. പ്രത്യേകിച്ച് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന അമേരിക്കയിലെ വിമാനങ്ങളുടെ ഭരണം നടത്തുന്ന അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ഫെഡറേഷൻ തന്നെ, പിന്നെ ഫെഡറൽ ഏവിയേഷൻ കമ്പനി അഡ്മിനിസ്ട്രേഷൻകാർ തന്നെ ഇതിനെ ചോദ്യം ചെയ്യുകയും നിരവധി തവണ കോടതിയിൽ കേസാവുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. പക്ഷെ ബ്ലാക്ക് ലിസ്റ്റിലൊന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള കമ്പനിയല്ല, അത്ര വലിയ കമ്പനിയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വലിയ വിമാനങ്ങൾ നിർമ്മിക്കുന്ന ബോയിങ് എന്ന് പറയുന്ന എല്ലാ രാജ്യങ്ങൾക്കും അഭിമാനമായി കൊടുക്കുന്ന വലിയ വിമാനം ഉണ്ടാക്കുന്ന കമ്പനിയാണ് ബോയിങ് കമ്പനി. അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കുന്ന വിമാനങ്ങളെ നമുക്ക് അങ്ങനെ തള്ളിപ്പറയാനും കഴിയില്ല എന്നുള്ളതാണ് വിശേഷം. അതേസമയം ഇത് ഇപ്പോൾ ഇറക്കിയിട്ടുള്ള വിമാനം 787 എന്ന് പറയുന്ന വിമാനം ഡ്രീമർ ലൈൻ വളരെ അഭിമാന വിമാനമായിട്ടാണ് അവർ ലോകത്ത് അവതരിപ്പിച്ചത്. എല്ലാവിധ സുരക്ഷാ സംവിധാനവും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകത്ത് ഈ വിമാനം അവതരിപ്പിച്ചത്. പക്ഷേ ഇതിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി ഒരു 800 മീറ്റർ ഉയരം കഴിഞ്ഞപ്പോൾ കിലോമീറ്റർ ഉയരാൻ കഴിഞ്ഞപ്പോൾ മീറ്റർ ഉയരം കഴിഞ്ഞപ്പോൾ എഞ്ചിൻ ഉയരാൻ കഴിയുന്നില്ല, മുകളിലേക്ക് പോകാൻ കഴിയുന്നില്ല. ബ്ലാക്ക് ബോക്സിന്റെ പ്രശ്നങ്ങൾ വരുന്നു, ATCയിലേക്ക് റിപ്പോർട്ട് പോകുന്നു, മെയ്ഡേ എന്ന് വിളിച്ചു പറയേണ്ടി വരുന്നു. അങ്ങനെ ഇഞ്ചിന് തകരാറ് വരുന്നു. 2 ഇഞ്ചിനും തകരാറ് വന്നു എന്നാണ് കേൾക്കുന്നത്. അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ വളരെ ഗുരുതരമായി ആലോചിക്കണം. ഇനി അകത്തുള്ള ആരെങ്കിലും ചാവേറുകളാക്കിക്കൊണ്ട് മറ്റെന്തെങ്കിലും ദുരൂഹതകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം, അവരെല്ലാവരും മരിച്ചും പോയി. അതുകൊണ്ട് ഒരാൾ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. ആ ഒരാളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ട് വേണം ഇതെല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാൻ. AC പ്രവർത്തിച്ചിരുന്നില്ല എന്ന് കേൾക്കുന്നു, ലൈറ്റിന്റെ പ്രശ്നങ്ങൾ കേൾക്കുന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു തകർന്ന, അത് ഡൽഹിയിൽ നിന്ന് പിന്നെ അഹമ്മദാബാദിൽ എത്തിയതിനു ശേഷമാണ് ഈ വിമാനം പോയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലണ്ടനിലേക്ക് പോയിട്ടുള്ള വിമാനത്തിന്റെ അപകടത്തിന്റെ ദുരൂഹതകൾ
അത് മറ്റൊരു ഏജൻസി ഉണ്ടെങ്കിലും ആരെങ്കിലും ഇത് തകർത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിലും ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകൾ കാണുന്നു. ആ ദുരൂഹതകൾ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആരാണ്, എന്താണ് ഇത് ചെയ്തത്. മരണം ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇതുപോലത്തെ മരണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ആൾറെഡി ടാറ്റ 1 കോടി രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. വീടുകൾക്ക് മരിച്ചുപോയ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ കൊടുക്കുന്നു. പിന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ പൈസ കിട്ടും, വലിയ പൈസ കിട്ടും വിമാന അപകടമൊക്കെ സംഭവിച്ചാൽ. അപ്പൊ അതെങ്കിലും കണ്ടുകൊണ്ട് ആരെങ്കിലും ഉപദ്രവിച്ചതാണോ, ഇന്റേണലായി നടന്നിട്ടുള്ള പ്രശ്നമാണോ, സ്റ്റാഫ് അംഗങ്ങളെ സ്വാധീനിച്ച് നടത്തിയ എന്തെങ്കിലും ആക്രമണമാണോ, എന്താണ് എന്നുള്ളത് ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും അമേരിക്കയിലെയും UK-യിലെയും ഇന്റർനാഷണൽ ഏജൻസികൾ ഉൾപ്പെടെ വരുന്നത് കൊണ്ട് തന്നെ വളരെ സത്യസന്ധവും സുതാര്യവുമായ ഒരു അന്വേഷണം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ബോയിങ് കമ്പനിയെക്കുറിച്ച് ലോകത്തിലാകെ വലിയ ചർച്ചകൾ നടക്കുന്നത് കൊണ്ട് തന്നെ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ, ചൈനയും ജപ്പാനും അമേരിക്കയും ജർമ്മനിയും UK-യും എല്ലാ രാജ്യങ്ങളും വളരെ വലിയ വാർത്താ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ വാർത്തകൾ ലോകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലോകം ശ്രദ്ധിക്കുന്ന ഒരു അപകടമായി ഇത് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ബോയിങ് കമ്പനിക്കും ഇത് കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കും. അവരുടെ വിമാനത്തെ സംബന്ധിച്ച് മറ്റൊരു അട്ടിമറിയും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ബോയിങ് കമ്പനിയുടെ ഗുണമേന്മയെക്കുറിച്ചും ക്വാളിറ്റിയെക്കുറിച്ചുമുള്ള ചർച്ചകളായിരിക്കും പിന്നെ ലോകം നടത്തുന്നത്. അങ്ങനെ വരുന്നത് കമ്പനിക്കും ദോഷം തന്നെയാണ്. പക്ഷെ എന്തായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം 290 ആളുകളുടെ മരണത്തിനിടയാക്കിയ അതീവ ഗുരുതരമായൊരു ദുരന്തം മിറാഷ് നടന്നു. 1996-ലെ വലിയ ദുരന്തത്തിന് ശേഷം രണ്ടാമത്തെ വലിയ ദുരന്തമായി ചരിത്രത്തിൽ എഴുതുന്ന വിമാന അപകടമായി മാറും എന്നുള്ളത് വളരെ വളരെ വേദനാജനകമാണ്. എന്തായാലും കമ്പനിയുടെ ഈ അനാസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടുത്തെ ക്വാളിറ്റി മാനേജറെ മാറ്റിയത് കൊണ്ടോ അറസ്റ്റ് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ജോലി കൊടുത്തതുകൊണ്ടോ സ്ഥലം മാറ്റിയത് കൊണ്ട് മാത്രം തീരുന്നതല്ല. ഏതൊരു സ്ഥാപനത്തിൻ്റെയും ഏതൊരു പ്രോഡക്റ്റിൻ്റെയും ക്വാളിറ്റി മാനേജറാണ് വളരെ പ്രധാനം. അതിൽ നെഗ്ലക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ, തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമ്പനി ഇതെല്ലാ കുറ്റത്തിൻ്റെയും പാപഭാരം ഏൽക്കേണ്ടതായി വരും. എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ബാക്കി വിശദാംശങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നൽകുന്നതാണ്. എല്ലാവർക്കും നന്ദി.